പാർപ്പിടവും രാജ്യവും നഷ്ടപ്പെട്ട അഭയാർത്ഥിക്കൂട്ടങ്ങൾ ജീവിതത്തിൻ്റെ വാഗ്ദത്ത തീരങ്ങൾ തേടിപ്പോവുകയാണ്. ശൂന്യതയുടെ പടനിലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ കാലുകളിൽ പുരണ്ട ചോര കഴുകിക്കളയാൻ തടാകങ്ങളും ജീവിതം ഇറക്കി വയ്ക്കാൻ കുടിയിടങ്ങളും അന്വേഷിക്കുകയാണ്. അവരുടെ പ്രയാണം കടലാഴങ്ങൾക്ക് മുകളിലൂടെ മലനിരകളെ മറികടന്ന് ദയാശൂന്യതയുടെ കൂടാരങ്ങളെ ഭ്രമണം ചെയ്യുകയാണ്. ജനനവും മരണവും വഴിവക്കുകളിലെ മറവിടങ്ങളിൽ നിലവിളികളായി മാഞ്ഞു പോവുകയാണ്. ഈ ഒരു ഭാഗം ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് ആവർത്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഒരു തുണ്ട് ഭൂമി ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ ഞാൻ കൃഷി ചെയ്ത് കൊത്തി വളർത്തിയെടുത്ത എൻ്റെ ഒരു തുണ്ട് ഭൂമി എനിക്ക് എന്നൊരവകാശം ഒരുപക്ഷെ ലോകത്താദ്യമായി കർഷകന് സമ്മാനിച്ച ഒരു ഭരണാധികാരിയുടെ ചരമദിനത്തെ ഞാൻ ഓർക്കുകയാണ്. ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടായതായി അറിവില്ല. പക്ഷേ കൃഷിഭൂമി കർഷകന് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ തുടക്കം പോലെ കുടികിടപ്പ് എന്ന് പറയുന്ന ഒരാശയം നമ്മൾ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ദൗർബല്യങ്ങൾ എന്തോ ആകട്ടെ, പക്ഷേ അതൊരു മഹത്തായ കാഴ്ചപ്പാടായിരുന്നു. ഇത് തീർച്ചയായും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു മനസ്സിൽ നിന്ന് പുറപ്പെട്ടു വന്ന അദൃശ്യമായ ആജ്ഞാശക്തിയുടെ ഉത്തരമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ കാലത്ത് ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന ഞാൻ ഗൗരിയമ്മയെ മനസ്സിലാക്കുന്നത്, തൊട്ടുനോക്കുന്നത് കമ്മ്യൂണിസം എന്നർത്ഥത്തിലാണ്. ഗൗരിയമ്മ ഒരു പാത്രം നിറയെ കമ്മ്യൂണിസത്തിൻ്റെ ചോറ് വിളമ്പുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാനിപ്പോൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോഴത്തെ നമ്മുടെ കേരളം ഇതിന് നേരെ വിപരീതമായ മറ്റൊരു ദിശയിലേക്ക് യാതൊരു ചാപല്യവുമില്ല, അങ്കുശമില്ലാത്ത ചാപല്യമേ എന്ന മട്ടിൽ അങ്ങ് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര പേർ അവരുടെ വീടുകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, എത്ര പേർ ആശുപത്രികളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, എവിടെയൊക്കെയാണ് ലോക്ക്ഡൗൺ, എവിടെയൊക്കെയാണ് സഞ്ചാരത്തിൻ്റെ കാലുകൾ. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും അമ്പരം നിൽക്കുന്ന ഒരു കാലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യം തീർച്ചയായും നമ്മുടേതല്ല. ഈ രാജ്യത്തെ ഒരു വലിയ സാമ്രാജ്യത്വം കീഴടക്കിയിരിക്കുന്നു. ഒരു മഹാമാരി നമ്മളെ കീഴടക്കിയിരിക്കുന്നു. ആ മഹാമാരിയോട് യുദ്ധം ചെയ്തുകൊണ്ട് ഒരു മഹാമേരു നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിനുള്ളിലാണ്. ആ ലോക്ക്ഡൗണിനുള്ളിലാകുമ്പോൾ ഇന്നലെ മരിച്ചവരുടെ എണ്ണം 78 പേരെ കൊല്ലാൻ പ്രാപ്തമായ ഒരു ലോക്ക്ഡൗൺ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി വന്നിരിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിൻ്റെ ഒരു പരിശോധനയിലേക്കാണ് നാം ആദ്യമായി കടന്നു ചെല്ലേണ്ടത്. ഇത് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ WHO എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബൾഗേറിയൻ സയൻറ്റിസ്റ്റ്, ഒരു മുതിർന്ന ഒരു ബൾഗേറിയൻ സയൻറ്റിസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ക്രിമിനൽ ബിസിനസ് എന്നാണ് WHO പറഞ്ഞത്. അതായത് സംഘടിതമായ ഒരു ക്രിമിനൽ വ്യാപാരമാണ് WHO നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ അതിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ.
ആ ക്രിമിനൽ ഓർഗനൈസേഷൻ്റെ കൽപ്പനകൾക്കൊപ്പിച്ച് ജീവിക്കാമെന്ന് വാക്ക് കൊടുത്ത് അതൊപ്പിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് അതങ്ങനെ ആകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ചിലർ നിങ്ങൾ കാണിക്കുന്നത് മനുഷ്യരാശിയോടുള്ള പകയാണ്, വിദ്വേഷമാണ്. ഇത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്കുകൾ ആണ് രോഗത്തെ പ്രതിരോധിക്കാൻ ആവശ്യമെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുവാൻ വേണ്ടി യുവജന സംഘടനകൾ പ്രക്ഷോഭവുമായിട്ട് രംഗത്തേക്ക് വരണം. നിങ്ങൾ രോഗികളെ പരിശോധിച്ചിട്ട് ആ പ്രാഥമിക പരിശോധനയിൽ നിന്ന് വെളിപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രോഗനിർണയം നടത്തി അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുന്നതിന് പകരം മുൻകൂറായുള്ള ധാരണ, കാരണം അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാനേ പാടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ, ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൈകളിൽ കിടന്ന് തൂങ്ങിക്കൊണ്ട് എന്നാൽ അങ്ങനെ തന്നെ എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥ, ആ ഭരണവ്യവസ്ഥയെ നമ്മൾ അനുകൂലിക്കണമോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് സാർവത്രികമായൊരു പ്രക്ഷോഭം ഉയർന്നു വരണം. കാരണം ശരിയായ ചികിത്സ, ശരിയായ രോഗനിർണയം എന്ന ഒരു മുദ്രാവാക്യവും പ്രക്ഷോഭവും ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ലോക്ക്ഡൗണുകൾ ഉണ്ടാകുകയും ഇനിയും 3-ാം വേവും 4-ാം വേവും 5-ാം വേവും ഉണ്ടാകുകയും നമ്മൾ ചരിത്രത്തിൽ അവശേഷിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ഇടം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കേരളമായി നമ്മൾ മാറുന്നു. ഒരുപക്ഷെ പണ്ടെങ്ങാണ്ട് ആരോ ഒരു മഴുവെടുത്തെറിഞ്ഞൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് വരും. ആ തരത്തിലുള്ള നിശിതമായ ഒരു ആക്രമണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ തന്നെ ഞാൻ കുറേയധികം കാര്യങ്ങൾ ഉദ്ധരിച്ചിരുന്നു. എന്തുകൊണ്ടാണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് അസർട്ട് ചെയ്ത് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് ഒരു കമ്മ്യൂണിറ്റി ലെവലിലുള്ള സ്പ്രെഡ് ഉണ്ടാകുന്നതിന് വരെ അതിൻ്റേതായിട്ടുള്ള പ്രതിരോധങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന പ്രതിരോധങ്ങൾ അല്ല എന്നവർ പറയുന്നുണ്ട്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെപ്റ്റോകോക്സിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്മ്യൂണിറ്റി ലെവൽ സ്പ്രെഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതിന്, അതായത് ഈ കൊറോണ വൈറസ് എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടാക്കിയതായിട്ട് ചരിത്രമില്ല. ആ ചരിത്രം WHO പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായത്? ഇവിടെ കൊറോണയുടെ ഒരു വലിയ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായത് എങ്ങനെയാണ്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്ക്ഡൗൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടാകണം, പിന്നെ കമ്മ്യൂണിറ്റി സ്പ്രെഡിൻ്റെ പേരിൽ ലോക്ക്ഡൗൺ ഉണ്ടാകണം, അങ്ങനെ ലോക്ക്ഡൗണിൻ്റെ പേരിൽ നമ്മൾ ബന്ധനസ്ഥരാക്കണം. അതാണ് അതിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വൈറസ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഈ കേരളത്തിലാകെ പാറിപ്പറന്ന് നടക്കുകയും സംസാരിക്കുന്നവരുടെയും ജീവിക്കുന്നവരുടെയും മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാട് സ്വാരസ്യങ്ങളും അസുഖങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. നിങ്ങൾ ആദ്യം സിംറ്റമാറ്റിക് ആയിട്ടുള്ള കുറേ പേരെയൊക്കെ സൂചിമുന കൊണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ സ്വാബ് കൊണ്ടോ പരിശോധിച്ച്, അതായത് ഒട്ടും ക്ലിനിക്കലായിട്ട് പ്രയോജനമില്ലാത്ത എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ചില ടെസ്റ്റുകൾ നടത്തി. ആ ടെസ്റ്റുകളിലൂടെയാണ് നിങ്ങൾ ഈ രോഗം ഇവിടെ വ്യാപിപ്പിച്ചത്. അല്ലെന്ന് പറയാമോ? ഇവിടുത്തെ ഒരു ഡോക്ടർ അഷീലുണ്ടല്ലോ, ഒരു ഇക്ബാലുണ്ടല്ലോ, പിന്നെ ഈ മഹാമാരിയെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന മഹാപ്രഭു ഉണ്ടല്ലോ. ടെസ്റ്റുകൾ എന്തിനായിരുന്നു? ടെസ്റ്റുകൾ ഇതിൻ്റെ വ്യാപനത്തിന് വേണ്ടിയായിരുന്നു. അതായത് യാതൊരു ക്ലിനിക്കൽ റെലവൻസും ഇല്ലാത്ത ടെസ്റ്റുകൾ നടത്തി
പലരുടെ മേലും രോഗമാരോപിച്ച് പലരെയും കമ്പാർട്ട്മെൻറ്റുകളിലാക്കി രോഗികളാക്കി മാറ്റി രോഗികളാക്കി മുദ്രകുത്തി അങ്ങനെയാണ് ഈ രോഗവ്യാപനം എന്ന് പറയുന്ന ഒരു ബിസിനസ് ഇവിടെ ആരംഭിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ആദ്യഘട്ടമാണ്. അപ്പോൾ ഇത് പറയുന്ന കൊറോണ വൈറസ് അങ്ങനെ തനിയെ വന്ന ആളിലേക്ക് ആക്രമിച്ച് എല്ലായിടവും കൊറോണ വൈറസ് വരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. നമ്മൾ കുറേ ടെസ്റ്റുകളുമായിട്ട് വരികയാണ്. ഇയാൾക്ക് രോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ, രോഗമുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്താൻ ശേഷിയില്ലാത്ത കുറേ ടെസ്റ്റുമായിട്ട് വന്നിട്ട് അയാളെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അയാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. രോഗം സ്ഥിരീകരിക്കാൻ യാതൊരു കാരണവശാലും നീതീകരണമില്ലാത്ത ടെസ്റ്റ് കൊണ്ട് രോഗം സ്ഥിരീകരിച്ച് രോഗമില്ലാത്തവർക്ക് രോഗം സ്ഥിരീകരിച്ച് ആ തരത്തിൽ കൊറോണ വൈറസ് ഇവിടെ സാർവത്രികമാകുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ പിണറായി വിജയന് നിഷേധിക്കാമോ? ആ വസ്തുതയെ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ എന്ന് ചോദിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ഈ പറഞ്ഞില്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അവർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ എന്തെങ്കിലും ചെറിയ ലാഞ്ചനകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. പരിശോധിച്ചതിന് ശേഷം അതിന് പരിഹാരം കണ്ടെത്താം. ഇതങ്ങനെയല്ലല്ലോ. നിങ്ങൾ കുറേ ടെസ്റ്റുകൾ അങ്ങ് നടത്തുകയാണ്. ആ ടെസ്റ്റുകൾ നടത്തിയിട്ട് ആ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ കുറേ അധികം പേരെ രോഗികളായിട്ട് മുദ്രകുത്തുകയും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ രോഗസ്ഥിരീകരണം എന്ന് പറഞ്ഞത് ലോകത്ത് നടന്ന വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ ആഭാസകരമായ പ്രവർത്തനമാണ്. അതായത് ഇതിന് ഒരു പ്രധാന കാരണമുണ്ട്. അതായത് ഇറ്റലിയിലെ സയൻറ്റിസ്റ്റ് അവരിതിനെപ്പറ്റി പഠിച്ചിട്ട് അവർ പറഞ്ഞത് ഇതങ്ങനെ പെട്ടെന്നൊന്നും കയറി അങ്ങ് ആളിൽ നിന്ന് ആക്രമിച്ച് ആളുകളെ വശപ്പെടുത്തുകയൊന്നുമില്ല. ഇത് ചെറുതായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നാരങ്ങ വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ആസ്പിരിൻ കൊടുക്കുക. നാരങ്ങ വെള്ളം ആസ്പിരിനൊക്കെ കൊടുത്താൽ അങ്ങ് പോകാവുന്ന ഒരു ചെറിയൊരു തരം രോഗമാണിത്, അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല എന്ന് അവർ പറയുമ്പോൾ, അതല്ല, വലിയ ടെസ്റ്റുകളിലൂടെ ഞങ്ങൾ ഇതൊരു മഹാരോഗമാക്കി മാറ്റും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവിടെ ഈ രോഗം പരത്തുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് എന്ന് അഷീലിൻ്റെ മുത്തപ്പൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്? ടെസ്റ്റുകൾ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിലാകെ പരമാവധി ടെസ്റ്റുകൾ ചെയ്ത്, അതായത് ടെസ്റ്റുകളെന്ന് പറയുന്നത് രോഗനിർണയത്തിൻ്റെ മാനദണ്ഡമല്ലാതിരിക്കെ, രോഗസ്ഥിരീകരണത്തിൻ്റെ മാനദണ്ഡമല്ലാതിരിക്കെ അത്തരം ടെസ്റ്റുകൾ ഇന്ത്യയിലാകെ നടത്താൻ ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെ അനുവദിച്ചു എന്നുള്ളതിന് ആദ്യത്തെയും അവസാനത്തെയും ഉത്തരം പറയാൻ ഈ നരേന്ദ്ര ദാമോദർ വാല എന്ന് പറയുന്ന മോദി ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും തലയ്ക്ക് പ്രജ്ഞയുള്ള ഒരു ഭരണാധികാരി എൻ്റെ രാജ്യത്ത് ഒരാൾ വന്നൊരു ടെസ്റ്റ് നടത്തുകയാണ് നിങ്ങൾക്ക് രോഗമുണ്ടോയെന്നറിയാനായിട്ട്. പക്ഷേ ആ ടെസ്റ്റ് രോഗം സ്ഥിരീകരിക്കാൻ ശേഷിയുള്ള ടെസ്റ്റല്ല. പക്ഷേ ഞാനങ്ങ് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളതങ്ങ് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ, അങ്ങനെ അംഗീകരിച്ച ഒരവസ്ഥയിലാണ് ഈ രോഗവ്യാപനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈ കേരളത്തിലുണ്ടായത്, ഇന്ത്യയിലുണ്ടായത് എന്ന് വ്യക്തമാണ്. അല്ലെന്ന് പറയാമോ? ഇപ്പോൾ പുറത്തുനിന്ന് വന്ന പലരും ഉണ്ടായിരുന്നു, അവർക്ക് രോഗമുണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരുന്നിരിക്കാം. എന്തായാലും ഇവിടുത്തെ ഈ പറഞ്ഞില്ലേ, ഈ രോഗം കൺഫർമേഷൻ ചെയ്യുന്ന ടെസ്റ്റ് തന്നെ വെച്ചാണല്ലോ അവരെ നമ്മൾ പരിശോധിച്ചത്. അവർ പലരും പറഞ്ഞില്ലേ, അവർ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എണീറ്റങ്ങ് വീട്ടിൽ പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രോഗസ്ഥിരീകരണത്തിനുള്ള ടെസ്റ്റൊന്നും അല്ലായിരുന്നു. അപ്പോൾ രോഗസ്ഥിരീകരണത്തിലുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ പോലും ഈ ടെസ്റ്റിലൂടെ കുറേ അധികം ആളുകൾക്ക് രോഗസ്ഥിരീകരണം നടത്തി അവസാനത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ഈ സെക്കൻഡറി ഫേസിലെത്തുമ്പോൾ നിങ്ങൾ എന്തോ ഒരു ജനിതക ഭേദം കണ്ടെത്തിയെന്ന് പറഞ്ഞു. എന്തിൻ്റെ ജനിതക ഭേദം? ഒരു ജനിതക ഭേദവുമില്ല. ഇവിടുത്തെ ജനിതക ഭേദം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടാമത് പറഞ്ഞില്ലേ, ഇപ്പോൾ പിണറായി വിജയൻ 50 ലക്ഷം ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്തു. ഒരിക്കൽ നിരസിച്ച 50 ലക്ഷം ആൻറ്റിബോഡീസ് ടെസ്റ്റ് കേരളത്തിലെ ജനങ്ങളുടെ മേൽ പ്രയോഗിക്കുമ്പോൾ
ആ 50 ലക്ഷം ടെസ്റ്റിൻ്റെ ആഘാതം അത് ഒരു രോഗവ്യാപനമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രോഗവ്യാപന ശേഷിയില്ലാത്ത അധിക രോഗവ്യാപന ശേഷിയില്ലാത്ത ഒരു വൈറസിൻ്റെ അധിക രോഗവ്യാപന ശേഷി സമർത്ഥിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുകയും ഒരു ദിവസം 1.25 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം എന്ന കണക്കിന് ടെസ്റ്റുകൾ നടത്തി 37,000, 38,000, 40,000 എന്ന കണക്കിന് രോഗസ്ഥിരീകരണം നടത്തി ഒരു ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഊളൻ ഫലിതം ജനങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രവർത്തനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്നത് പോലെ അത്ര മാരകമായ ഈ വ്യാപനശേഷിയില്ലാത്ത കൊറോണ വൈറസ്, ആ കൊറോണ വൈറസിൻ്റെ വ്യാപനശേഷി സമർത്ഥിച്ചെടുക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടായ ആ ടെസ്റ്റുകൾ നമ്മുടെ രാജ്യത്തുടനീളം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ ആൾക്കാരെ മുഴുവൻ തടവറകളിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ലോക്ക്ഡൗൺ വരുമ്പോഴും ആ ലോക്ക്ഡൗണിൻ്റെ ഇരുട്ടറകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണിത്? അതായത് ഒരു ലോക്ക്ഡൗൺ വേണമെങ്കിൽ, ഒരു ലോക്ക്ഡൗൺ ഒരു രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രോഗവ്യാപനം ഉണ്ടാകണമെങ്കിൽ രോഗവ്യാപനം സമർത്ഥിക്കപ്പെടണമെങ്കിൽ ഈ അശാസ്ത്രീയമായ ആഭാസകരമായ ടെസ്റ്റ് സാർവത്രികമായി നടത്തേണ്ടിയിരിക്കുന്നു. ആ തരത്തിൽ ആഭാസകരമായ അശാസ്ത്രീയമായ ഈ ടെസ്റ്റ് ഇവിടെയൊക്കെ തന്നെ നടത്തി ഈ രാജ്യമാകെ കുട്ടിച്ചോറാക്കി കൊണ്ട് അവസാനം ആളുകളെ ഈ പറഞ്ഞതുപോലെ ആളുകൾ എവിടെയെന്നറിയാതെ, ഏത് നിലയെന്നില്ലാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ പകുതിയാകുമ്പോഴേക്ക് ഈ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ് ഒരാഴ്ച മുമ്പ് ഒരു ആശുപത്രി കിടക്കയിൽ കൊണ്ട് കിടത്തിയ ആളിനോട് ഒരാഴ്ച കഴിയുമ്പോൾ ചെന്ന് പറയുന്നു, നിങ്ങൾക്ക് രോഗമുക്തിയാണ്, പുറത്തു പോകാം. എന്ത് തമാശയാണിത്? എന്ത് തമാശയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് തീർച്ചയായിട്ടും വളരെ ഓർഗനൈസ്ഡായിട്ട്, അതായത് അതിവ്യാപന ശേഷിയില്ലാത്ത അതിദുർബലമായ ഇൻഫെക്ഷ്യസ്നെസ് ഇല്ലാത്ത കൊറോണ വൈറസ് സ്വന്തം നിലയിൽ ലോകത്തെവിടെയും ആരെയും കൊന്നതായിട്ട് ചരിത്രമില്ല. അത് ഇനിയിപ്പോൾ WHO അപ്പൂപ്പൻ വന്ന് പറഞ്ഞാലും അയാൾക്ക് അതിന് ഒരു സാക്ഷ്യം അവതരിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ മഹാമേരുവായ മുഖ്യമന്ത്രി പറയട്ടെ, ലോകത്തിൻ്റെ ഇന്ന രാജ്യങ്ങളിൽ ഈ കൊറോണ വൈറസ് ബാധിച്ച് അതുമൂലം അത് മാത്രം കാരണമായി ഇത്ര ലക്ഷം പേർ മരിച്ചു വന്നു. 1 ലക്ഷം പേരും മരിച്ചിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മറ്റേ ഈ കോബാക്ടീരിയലായിട്ടുള്ള അതിൻ്റെ കൂടെ ലിങ്ക് ചെയ്ത് ആ കോബാക്ടീരിയൽ എലിമെൻസിൽ അവസാനം അവർ പറയുന്ന ഇവനില്ലായിരുന്നു എന്നുള്ളതാണ്. കോബാക്ടീരിയ എന്ന് വെച്ചാൽ ബാക്ടീരിയയും പലതരം ബാക്ടീരിയ ഉണ്ട്. ആ കോബാക്ടീരിയലായിട്ടുള്ള ആ കൂട്ടത്തിൽ ഈ വൈറസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇല്ലാത്തൊരു വൈറസ് ജനങ്ങളെ കൊന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ജനങ്ങളെ തടവറയിലിടുകയും ജനങ്ങളെ നിരന്തരമായി പീഡിപ്പിക്കുകയും അവരുടെ അവകാശങ്ങളെ ശിരച്ഛേദനം ചെയ്യുകയും ചെയ്യുന്ന അതിക്രൂരമായൊരു സംവിധാനം, അതായത് സ്വന്തം തല കൊണ്ട് ചിന്തിക്കുകയും, അതായത് നിങ്ങൾക്ക് ഒരു തലയും തലച്ചോറും തന്നിരിക്കുന്നത് അത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത് കണ്ണ് തുറന്ന് കാണുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മൂക്കും വായയും തന്നിരിക്കുന്നത് മൂടിക്കെട്ടി നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, അതിലൂടെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാനും സംവേദിക്കുവാനും വേണ്ടിയാണ്.
അതെല്ലാം നിങ്ങളുടെ എല്ലാ ഫാക്കൽറ്റീസിനെയും, നിങ്ങളുടെ മനുഷ്യ വിഭവങ്ങളെയൊക്കെ തന്നെ, ബുദ്ധി വൈഭവങ്ങളെയൊക്കെ തന്നെ അടിയറ വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ടെസ്റ്റ് എന്ന് പറയുകയും എന്ന് പറഞ്ഞതിനനുസരിച്ച് രാജ്യം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു മരണവും കണ്ടെത്താൻ കഴിയാതെ വരികയും നേരെ മറിച്ച് ഒരുപാട് മരണങ്ങളുണ്ടായി വരികയും ചെയ്തു. എന്തുകൊണ്ട്? അതായത് ആളുകൾ ഈ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ. COPD-കാരുണ്ട്, ആസ്മ പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിലൊരു വലിയ വിഭാഗം ഇങ്ങനെയുള്ളവരാണ്. അവർ ഈ തരം മുൻകരുതൽ എടുക്കുമ്പോൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരെ ഒന്നും നമ്മളിങ്ങനെ ഈ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ കൊണ്ടുപോവുകയില്ല. നമ്മൾ റെംഡെസിവിർ കൊടുക്കും, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറോക്കിൻ കൊടുക്കും. അതുമല്ലെങ്കിൽ നമ്മൾ ഒരു ഓക്സിജൻ ബെഡ് തയ്യാറാക്കും. അതുമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വെന്റിലേറ്ററിൽ കെട്ടിയിട്ട് കൊല്ലും. അതാണ് നമ്മുടെ ചികിത്സാ രീതി. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്ര പേരെ കൊന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് നമുക്കറിയേണ്ടത്. ഇത് വളരെ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് വക നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓരോ സംസ്ഥാനത്തും നിങ്ങളുടെ ഓരോ കോവിഡ് സെൻറ്ററിലും നിങ്ങൾ ഓരോ രോഗിയെയും എങ്ങനെയാണ് ചികിത്സിച്ചത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സിച്ചത്, നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ തന്നെ പറയുന്നുണ്ട്, ഹൂ ഈസ് മോസ്റ്റ് അറ്റ് റിസ്ക് ഓഫ് കൊറോണ വൈറസ് ഡിസീസ്? ഓൾഡർ പീപ്പിൾ, കാർഡിയോവാസ്കുലർ, ഡയബറ്റീസ്, ക്യാൻസർ പേഷ്യൻസ് മേ ഡെവലപ്പ് സീരിയസ് ഇൽനെസ്. അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹായമില്ലെങ്കിലും അവർക്കെല്ലാം സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് വരും. പിന്നീട് ഇറ്റലിയിൽ നിന്ന് തന്നെ ഉള്ള വേറെ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നൗ ക്ലിയർ ദാറ്റ് ദി ഹോൾ വേൾഡ് ഹാഡ് ബീൻ അറ്റാക്കിംഗ് ദി സോ കോൾഡ് കൊറോണ വൈറസ് പാൻഡമിക് റോങ്ലി ഡ്യൂ ടു എ സീരിയസ് പാത്തോളജിക്കൽ എറർ. ഒരു വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് അവർ പറയുന്നത് ഈ കൊറോണ വൈറസിന് സാധാരണഗതിയിൽ കൊടുക്കാവുന്ന ആസ്പിരിനും ആൻറ്റികോഗുലൻസും കൊടുത്തതിനെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പകരം ഇറ്റ് ഈസ് നൗ ക്ലിയർ ദാറ്റ് ദി ഹോൾ വേൾഡ് ഹാസ് ബീൻ attacking the so-called coronavirus pandemic wrongly due to a serious pathological error. A May 25 version, according to the valuable information from Italian pathologists, ventilators and intensive care units were not needed. അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ചികിത്സിക്കാനായിട്ട് വെന്റിലേറ്റേഴ്സും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സും ആവശ്യമില്ലാത്തതാണ്. നമ്മളിത് വരുന്നു എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എവിടെ വെന്റിലേറ്റർ? ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ ആശുപത്രികളിലും വെന്റിലേറ്റർ സമൃദ്ധമായിരിക്കട്ടെ. ഒരു രോഗിക്ക് 10 വെന്റിലേറ്റർ വെച്ച് നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകും. ഇതൊക്കെ എന്തിൻ്റെ ധാരാളിത്തമാണ്, ധൂർത്താണ്. ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇപ്പോൾ IC ബെഡ് ഉണ്ടാകുന്നതും വെന്റിലേറ്റർ ഉണ്ടാകുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ഒരു ബിസിനസ്സുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ടെസ്റ്റിൻ്റെ ബിസിനസ്സുണ്ട്. ഒരു ടെസ്റ്റിൻ്റെ കണക്കൊക്കെ ഇപ്പോൾ കോടതി പറയുന്നുണ്ട്, ടെസ്റ്റിൻ്റെ കണക്ക് പറയുന്നുണ്ട്, കോവിഡ് ചികിത്സയുടെ കണക്ക് പറയുന്നുണ്ട്, ഇപ്പോൾ വാക്സിനേഷൻ്റെ കണക്ക് പറയുന്നുണ്ട്. അതിനേക്കാളുമൊക്കെ ലക്ഷക്കണക്കിന് കോടികൾ മറിയുന്ന വെന്റിലേറ്ററുകളുടെ കണക്കുകളുണ്ട്. അപ്പോൾ ഇറ്റലിക്കാർ പറയുന്നത്, ഇത് ചികിത്സിക്കാനായിട്ട് നിങ്ങൾ വെറുതെ ഈ വെന്റിലേറ്ററും IC ബെഡും ഒന്നും വാങ്ങേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് അവർ പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ ഒരു രോഗം എന്ന് പറയുന്നത് അതിൻ്റെ തലത്തിൽ വെച്ച് ചികിത്സിക്കുന്നതിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട്. അത്
ഒരു കാരണവശാലും മറ്റ് ബാക്ടീരിയൽ ആ എലിമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യാത്തിടത്തോളം കാലം അത് വളരെ ദുർബലമായിരിക്കും, അത് താനേ താഴോട്ട് പോയിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഈ ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ച്, അതായത് ഈ കൊറോണയെ പ്രതീക്ഷിച്ച് ലോകമെമ്പാടും, അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് ഇദ്ദേഹം നേരിട്ടങ്ങ് പ്രവേശിക്കുന്നത് ഈ റെസ്പിറേറ്ററി ട്രാക്കിലേക്കാണ്. റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കാണ്. എങ്ങോട്ടാണ്? ലങ്ങിലോട്ട്. ലങ്ങിൽ ചെന്ന് ലങ്ങിനെ പിടിച്ച് പിഴിഞ്ഞ് പഴുപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആകെ പിടയുമ്പോഴത്തേക്ക് പിന്നെ ആകെ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെയും പറഞ്ഞില്ല, ആൻറ്റിബയോട്ടിക് കൊടുത്ത് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്നല്ല പറയുന്നത്. അതൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഓക്സിജൻ കൊണ്ടുവാ എന്ന് വിളിക്കും. ഓക്സിജൻ സിലിണ്ടറുകളുടെ ദൗർലഭ്യം നമുക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ഇത് ഇറ്റലിക്കാർ പറയുന്നതാണ്. ഈ തരത്തിലുള്ള എക്സസ് ഓക്സിജൻ സിലിണ്ടറുകളും ഈ തരത്തിലുള്ള ICU ബെഡുകളും ഈ തരത്തിലുള്ള വെന്റിലേറ്റേഴ്സും ദേ ആർ നോട്ട് നീഡഡ്. അവയ്ക്ക് അവരുടെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അത് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തമായ അഭിപ്രായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവർ വേറെയും ചില കാര്യങ്ങൾ പറയാം. അവർ ഇതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആസ്പിരിൻ കൊടുത്താൽ മതി, ലെമൺ ജ്യൂസ് കൊടുത്താൽ മതി, ഹണി കൊടുത്താൽ മതി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇറ്റലിയിലെ ഡോക്ടേഴ്സ് പറയുന്നത് ആസ്പിരിൻ, ആൻറ്റികോഗുലൻസ്, ലെമൺ ജ്യൂസ് ആൻഡ് ഹണി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇതുകൊണ്ട് വരാവുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഒരു പനിയാണ്. അല്ല വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതങ്ങ് മുകളിലോട്ടൊന്നും കയറി പോവില്ല. അതിനു വേണ്ടിയുള്ള ശേഷിയൊന്നും ഈ സാധനത്തിനില്ല. അതുകൊണ്ട് അതിനെ തടഞ്ഞിടാനായിട്ടാണെങ്കിൽ ഒരു ആസ്പിരിനോ ലെമൺ ജ്യൂസോ ഹണിയോ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇറ്റാലിയൻ ഡോക്ടേഴ്സ് ഡിസൊബേ WHO's global health law in order not to perform autopsies on people who have died of coronavirus, discovering that it is not a virus but a bacteria which cause death. എന്നിട്ട് അവരൊന്നുകൂടെ പറയുന്നുണ്ട്. അതായത് ഇറ്റാലിയൻ ഡോക്ടേഴ്സ് ദേ ഡിഫൈഡ് WHO. ഇറ്റലിയിലും ഡോക്ടർമാരുണ്ട്. അവർ ഡിഫൈഡ് WHOയെ ഡിസൊബേ ചെയ്തു. ഗ്ലോബൽ ഹെൽത്ത് ലാ, അവരുടെ ആഗോള ഈ ഹെൽത്ത് നിയമത്തെ അവർ വയലേറ്റ് ചെയ്തു. ഇൻ ഓർഡർ നോട്ട് ടു പെർഫോം ഓട്ടോപ്സീസ് ഓൺ പീപ്പിൾ ഹു ഹാവ് ഡൈഡ് ഓഫ് കൊറോണ വൈറസ്. അവർ ഓട്ടോപ്സി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊറോണ വൈറസ് കൊണ്ട് മരിച്ചവരുടെ ഓട്ടോപ്സി ചെയ്യണമെന്ന് ഈ ഇറ്റാലിയൻ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പറഞ്ഞത് അതിൻ്റെ ഓട്ടോപ്സിയുടെ സവിശേഷതകൾ കാണാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം കാണാനോ വേണ്ടിയല്ല. ഡിസ്കവറിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ വൈറസ് ബട്ട് എ ബാക്ടീരിയ വിച്ച് കാസസ് ഡെത്ത്. അതായത് അവർ ഓട്ടോപ്സി നടത്തിയിട്ട് അവർ കണ്ടെത്തുന്നത് ഇവിടെ ഒരു വൈറസുമില്ല, ഇത് ബാക്ടീരിയ മൂലമുണ്ടായ ഡെത്താണ്. അതായത് മരിച്ച ശരീരത്തിൻ്റെ ഓട്ടോപ്സി എടുത്തിട്ട് അവർ പറയുന്നു ഇത് ബാക്ടീരിയൽ ഡെത്താണ്, ഇതിൽ വൈറസിന് യാതൊരു റോളുമില്ല എന്ന് പറയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഇവിടെ കുറേ യുവജന സംഘടനകളുണ്ട്, ഭരണപക്ഷ പ്രതിപക്ഷ ഭൂരിപക്ഷ പിന്നെ NGO സംഘടനകളുണ്ട്.
ഈ സംഘടനകൾക്ക് എന്താ നാവ് മുളയ്ക്കാത്തത്? എന്താ ഈ പറയുന്ന കാര്യങ്ങളല്ലാതായി മാറാത്തത്? എവിടെയും ഒരു കൊറോണ വൈറസ് കൊണ്ട് ആരും മരിക്കുന്നില്ല എന്നും ഓട്ടോപ്സി നടത്തുമ്പോൾ കാണുന്നത് ആൻറ്റിബയോട്ടിക് അല്ല ആൻറ്റിബയോട്ടിക്കല്ലോ ഇത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഡെത്താണെന്നുമാണ്. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. നമ്മൾ എത്ര കാലം ഇത് സഹിക്കണം? ഇപ്പോൾ ഇന്നും വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ രക്ഷകനായ മഹാമേരു ഒരു പ്രസ്താവന ഇറക്കും. ഇന്ന് 1,50,000 പേരെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൽ 1.27 അല്ലെങ്കിൽ 8% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. എന്നിട്ട് അത് മരിച്ചവരുടെ എണ്ണം അത് ഇന്നലെ 78 ഇനി അത് 82 പുരോഗമിക്കുമോ എന്നറിഞ്ഞുകൂടാ. ഇത് ചെയ്യാൻ അനുവദിക്കണമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചെയ്ത് മനഃപൂർവ്വമായി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അവർ തരുന്ന 50 ലക്ഷം ടെസ്റ്റുകൾ യാതൊരു സയൻറ്റിഫിക് സാങ്ക്ടിറ്റിയും ഇല്ലാത്ത ടെസ്റ്റുകൾ വാങ്ങി അതിൻ്റെ മേൽ നമ്മൾ ആളുകളുടെ മേൽ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടാക്കിയിട്ട് ആളുകളെ ബന്ധനസ്ഥരാക്കുന്നു, ആളുകളെ കൊല്ലുന്നു. അല്ലെങ്കിൽ അവർ പറയണം, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അവർ സമ്മതിക്കുന്നില്ല, WHO പറയുന്നില്ല അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷന് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ബാക്ടീരിയ അല്ല, ഇത് വൈറസാണ്. ബാക്ടീരിയയുടെ മരുന്ന് കൊടുത്താൽ ശരിയാകില്ല. നമുക്ക് പ്രത്യേകം ചില മരുന്നുകളൊക്കെ വേണ്ടി എന്ത് മരുന്നാണ് കൊടുക്കുന്നത്? ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയട്ടെ. പിണറായി വിജയൻ പൊതുജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലേ, ഒരു വൈറ്റ് പേപ്പർ ഇറക്കണം. നിങ്ങൾ ഇത്രയും കാലമായി ഇവിടെ നടത്തിയ ചികിത്സയിൽ ഓരോ കോവിഡ് സെൻറ്ററിലും നിങ്ങൾ നടത്തിയ ഓരോ പേഷ്യൻറ്റിനും കൊടുത്ത മരുന്ന് എന്തായിരുന്നു, അവരുടെ മരണകാരണം എന്തായിരുന്നു? അതായത് ലോകത്തെങ്ങും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ മാത്രമായിട്ട് കൊറോണ വന്ന് കയറിയിട്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൊറോണ മാത്രമായിട്ട് അങ്ങ് കൊന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് തരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഏർപ്പാടുകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് ഇവിടത്തെ ഉത്തരവാദിത്വമുള്ള സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, കരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്, അധികാര താല്പര്യങ്ങളുണ്ട്, പണം കുന്നുകൂട്ടാനുള്ള താല്പര്യങ്ങളുണ്ട്, എമ്മുമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ആഴക്കടലുമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്പ്രിംഗ്ലറുമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ പല ലൈഫ് മിഷൻ താല്പര്യങ്ങളുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് താല്പര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പല താല്പര്യങ്ങളും നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഈ താല്പര്യങ്ങളൊന്നും ഡയറക്റ്റായിട്ട് ഈ മനുഷ്യൻ്റെ ജീവനെ തകർക്കത്തക്ക രീതിയിൽ, മനുഷ്യൻ്റെ സ്വാസ്ഥ്യത്തെ തകർക്കത്തക്ക രീതിയിൽ ഇത്രയും നീചമായിട്ട് മനുഷ്യൻ്റെ മേൽ ഒരു ആക്രമണം നടത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള വളരെ കൃത്യമായ ഒരു നടപടി നമ്മൾ നിശ്ചയമായിട്ടും കൈക്കൊണ്ടേ മതിയാവും. അതുകൊണ്ട് ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം, ദിസ് ഈസ് മൈ ഫസ്റ്റ് അപ്പീൽ. ജനങ്ങളോടുള്ള എൻ്റെ ആദ്യത്തെ അപ്പീലാണ്. ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ഇതിനെതിരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ഇരുന്ന് ചോദ്യം ചോദിക്കുന്നവരുണ്ടല്ലോ, അവരോട് ചോദിക്കണം, ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ ഈ മരണങ്ങൾ സംഭവിക്കുന്നത്, അതോ ഈ പറയുന്നത് പോലെ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ? ഇറ്റലിയിലെ ഡോക്ടർമാരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഫ്രാൻസിലെ ഡോക്ടർമാരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ബൾഗേറിയയിലെ ഡോക്ടർമാരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തിന് ഒരൊറ്റ ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ.
അതായത് രോഗസ്ഥിരീകരണത്തിന് യാതൊരു ശേഷിയുമില്ലാത്ത നോൺ ക്ലിനിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ, എന്തിന് ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കണം? അത് രോഗവ്യാപനത്തിൻ്റേതായ ഒരു ഭയമാനസികാവസ്ഥ സൃഷ്ടിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി? ആളുകളെ ഈ തരത്തിൽ ഭയവ്യാപാരത്തിലൂടെ നടുക്കി ഇഞ്ചിഞ്ചായി മൃതപ്രായരാക്കി തീർക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ഒരു ജനതയാക്കി തീർക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ കഴിയാതെ വൈകുന്നേരമാകുമ്പോഴത്തേക്കും മൂക്കും മുഞ്ഞയും കൂടി കിട്ടിയിട്ട്, അല്ലെങ്കിൽ കൈ 4 പ്രാവശ്യം കഴുകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ലജ്ജയില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് സമൂഹത്തോട് തോന്നേണ്ടുന്ന ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നതുണ്ട്. നിങ്ങളുടെ കുഞ്ഞാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ ഒരു കൊച്ചു കുഞ്ഞാണ്, നിങ്ങളുടെ ഒരു കൊച്ചു കുഞ്ഞിന് ഒരു അസുഖം വന്നു, അവൻ രാത്രി മുഴുവൻ ഇരുന്ന് കരയുകയാണ്. അവൻ്റെ അസുഖം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമോ? അതിന് പകരം അവൻ്റെ വായും മൂക്കും മൂടിക്കെട്ടുമോ? അവനെ സോഷ്യൽ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുമോ? ഇത് ഏതാണ് നിങ്ങൾ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അസുഖമുണ്ട്. ഈ ഇന്ത്യയെ ഹോണ്ട് ചെയ്യുന്ന അസുഖം ഇതല്ല, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്യാഹിതം എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ ഒരുപാട് ശ്വാസകോശ രോഗങ്ങളുള്ള ഈ സമൂഹത്തിൽ 1.5 വർഷക്കാലമായി വായും മൂക്കും മൂടിക്കെട്ടിയതിൻ്റെ ഭാഗമായി ഈ ശ്വാസകോശ രോഗങ്ങൾ മൂർധന്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂർധന്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം അവർ നിങ്ങളുടെ കളിപ്പാട്ടമെന്നുള്ള രീതിയിൽ ഈ കോവിഡ് സെൻറ്ററിലും മറ്റുമൊക്കെ കൊണ്ടിട്ട് ഇത്തരത്തിലുള്ള അനാവശ്യ പ്രക്രിയകൾക്ക് വിധേയരാക്കി അവരെ കൊല്ലുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ മതിയാവൂ. ഇതിനെതിരെ അതിശക്തമായ ഒരു ജനരോഷം ഉയർന്നു വന്നേ മതിയാവൂ. അല്ലെങ്കിൽ ഈ രംഗത്ത് നിൽക്കുന്നവർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറയുന്ന ന്യായസ്ഥന്മാരുണ്ടല്ലോ വന്നിരുന്നുണ്ട്, പറയട്ടെ ഇത് ബാക്ടീരിയൽ അല്ല, പറയട്ടെ. ഇപ്പോൾ നമ്മൾ ആസ്മയുള്ളവരും COPD ഉള്ളവരും മറ്റ് പലതരം ശ്വാസകോശ രോഗങ്ങളുള്ളവരും ഇത് കെട്ടിക്കൊണ്ട് നടന്നാൽ യാതൊരു പ്രശ്നവുമില്ലെന്നും അത് വളരെ സുഗമമായിരിക്കുമെന്നും അവരുടെ ജീവിതം ഭദ്രമായിരിക്കുമെന്നും അവർക്ക് അസുഖം യാതൊന്നും ഉണ്ടാകുകയില്ല എന്നും വന്നിരുന്നു പരസ്യമായിട്ട് പറയട്ടെ. മറിച്ച് തെളിവ് നൽകാനായിട്ട് 1000 തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, മറിച്ചുള്ള തെളിവുകൾ. അപ്പോൾ ആ തരത്തിൽ ഈ പറഞ്ഞില്ലേ, ഇത് ഒരു കോമോർബിഡിറ്റിയോടൊപ്പം സഹകരിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു പാരസിറ്റിക്കായിട്ട് ചേരാൻ ശ്രമിക്കുന്ന ഒരു വൈറസ് എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു വൈറസിനെ ഈ തരത്തിൽ ബ്ലോപ്പ് ചെയ്ത് കാണിച്ച് അതിൻ്റെ പേരിൽ ഒരു മഹാവിസ്മയമുണ്ടാക്കി, അതിൻ്റെ പേരിൽ ഒരു ഭരണകുടീരമുണ്ടാക്കി, അതിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ഞാനിതാ രാജാവാണ്, ഞാനാകുന്നു ഈ രാജ്യത്തിൻ്റെ രാജാവ്, ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങൾ അനുസരിക്കുന്നു, ഞാൻ ഇന്ന് പറയുന്നു 1,50,000 പേര് ടെസ്റ്റ് ചെയ്യട്ടെ. ആരെ എന്തിന് ടെസ്റ്റ് ചെയ്യണം? ആരെ എന്തിന് ടെസ്റ്റ് ചെയ്യണം? നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങളുടെ വാക്സിനേഷൻ ഈസ് ഇറ്റ്സെൽഫ് അത് തന്നെ റിവ്യൂ ചെയ്യേണ്ടതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾ എടുക്കുന്ന വാക്സിൻ എന്തിനു വേണ്ടിയുള്ള വാക്സിൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ ഇതിൻ്റെ വൈറസിന് വേണ്ടി എടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്, വൈറസ് എന്ന് പറയുന്നത് വളരെ ദുർബലമായൊരു സാധനമായതുകൊണ്ടും അത് നമ്മളെ അധികം ബാധിക്കാത്തതുകൊണ്ടും വൈറസിന് വേണ്ടി എടുക്കുന്ന വാക്സിൻ എടുത്താലും എടുത്തില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അത് എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ദോഷവുമില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല. അതേസമയം ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഈ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ആ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, സ്ട്രെപ്റ്റോകോക്കസുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഈ പറയുന്ന ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡിന് കാരണമായി തീരും. അതിന് ഈ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട്
വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തരം വാക്സിനുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ആ തരം ചികിത്സകളാണ് നമുക്ക് ആദ്യം ചികിത്സ വേണം. ചികിത്സ കൊണ്ട് നമ്മളത് ഇല്ലാതാക്കണം. അത് കഴിഞ്ഞിട്ട് വാക്സിൻ വേണ്ടി വന്നാൽ വാക്സിൻ എടുക്കണം. അല്ലാതെ ഈ തരത്തിൽ ഈ ഈ പറഞ്ഞില്ലേ, ഒരു പൂച്ചയെ കണ്ടെന്നും ആ പൂച്ച നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കയറിയിരുന്നെന്നും പറഞ്ഞില്ലേ. നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ മിയർ പ്രസൻസ് ഓഫ് വൈറസ് ഡസൻ മീൻ ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ. ദി ഇൻഫെക്ഷ്യസ്നെസ് ഈസ് ടു ബി പ്രൂവ്ഡ്. അതായത് ദി കറക്റ്റ്നെസ് ഓഫ് എ ടെസ്റ്റ് ഈസ് ഇറ്റ്സ് ഇൻഫെക്ഷ്യസ്നെസ്. അങ്ങനെ ഒരു ഇൻഫെക്ഷ്യസ്നെസ് പ്രൂവ് ചെയ്ത ഒരു ടെസ്റ്റ് ഈ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയാമോ? അതായത് ഇത്രയും ലക്ഷക്കണക്കിന് ദിവസം 1.5 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം ഒക്കെ കണക്കിന് ആൾക്കാരെ ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ അതിൽ ഒരു ടെസ്റ്റിലെങ്കിലും ഈ തരത്തിൽ ഒരു ഇൻഫെക്ഷ്യസ്നെസ് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പിണറായി വിജയന്? അതിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു കള്ള റിപ്പോർട്ടെങ്കിലും നിങ്ങൾ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിസ്സാരമാണെന്ന് കരുതരുത്. ജനങ്ങൾ നിങ്ങളുടെ കളിപ്പാട്ടങ്ങളാണെന്ന് കരുതരുത്. ജനങ്ങൾ വെറും പോഴന്മാരാണെന്ന് കരുതരുത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, തിരുത്തേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ എനിക്കും നിങ്ങൾക്കും മനുഷ്യൻ്റെ ഹൃദയമാണുള്ളതെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ നെഞ്ചിനുള്ളിൽ തുടിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം നമ്മോട് പറയുന്നുണ്ട്, ഹൃദയത്തെ വഞ്ചിക്കരുതെന്ന്. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് ലോകത്തോട് തുറന്നു പറയുകയും, ഞാൻ ലോകത്തോട് വലിയ തെറ്റ് ചെയ്ത്, നിങ്ങൾ ചെയ്ത മറ്റു തെറ്റുകളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞില്ലേ, എമ്മിന് ഭൂമി എഴുതി കൊടുത്തതോ ആഴക്കടൽ എഴുതി കൊടുത്തതോ അതൊക്കെ നിങ്ങളുടെ കാശിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ്, കാശിനോടുള്ള ആർത്തി കൊണ്ടാണ്. പക്ഷേ അതുപോലെയല്ല മനുഷ്യൻ്റെ ജീവനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. മനുഷ്യൻ്റെ ജീവനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ അപകടകരമായിരിക്കും. അത് നിങ്ങൾക്ക് അപകടം എന്നുള്ള രീതിയിലല്ല. നിങ്ങൾക്ക് അപകടം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് യു ആർ ഓൺലി വൺ അമംഗ് ദി പീപ്പിൾ. ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ ഐശ്വര്യങ്ങളോ വേറെ എന്തെങ്കിലും ആർഭാടങ്ങളോ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ അധികാരത്തിൻ്റെ ഉന്നത സോപാനത്തിലിരിക്കുന്നു, അത് തെറിച്ചു പോകുമെന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ അപകടം എന്ന് പറയുന്നത് സാർവത്രികമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു നരഹത്യ നടക്കുമ്പോഴത്തേക്ക്, ഒരു ജിനോസൈഡ് നടക്കുമ്പോഴത്തേക്ക് അവിടെ ഞാനും നീയും എന്ന തമ്മിലുള്ളൊരു വ്യത്യാസമില്ല. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജിനോസൈഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ജിനോസൈഡിൻ്റെ ആരാച്ചാരാകാൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകരുത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ മലയാളികളുടെയും ആഗ്രഹമാണ്. അത് രാഷ്ട്രീയ അഭിപ്രായ പരിഗണനകൾക്ക് അതീതമായി മനുഷ്യൻ എന്ന നിലയിൽ, മലയാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ മനുഷ്യരാശിയുടെ ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രബുദ്ധ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഈ സംസ്ഥാനത്ത് ഈ ഒരു ജിനോസൈഡ്, അതായത് ഒരിക്കൽ അഡോണിസ് സിറിയയിൽ നിന്ന് കായിക്കര ആശാൻ മെമ്മോറിയൽ അസോസിയേഷനിൽ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് തുടക്കമിട്ടത് ഇങ്ങനെയാണ്: ഞാൻ നരഭോജികളുടെ രാജ്യത്ത് നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു പുതുമയല്ല. ഒരു ജിനോസൈഡ് എന്ന് പറയുന്നത്, നരഭോജികളുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു പുതുമയല്ല. ഇവിടെയും നരഭോജനത്തിന് പുതിയൊരു പാനപാത്രം നമ്മൾ തയ്യാറാക്കുകയാണ്. നരഭോജികളാണ് എൻ്റെയും നിങ്ങളുടെയും തലമുറ. എന്നെയും നിങ്ങളെയും നരഭോജികളുടെ ഒരു പരമ്പരയാണ്
എന്ന് വിലയിരുത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു ഘടകമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇനിയെങ്കിലും അത് തിരുത്തിയേ മതിയാവൂ. ഞാൻ കണ്ടില്ല, കേട്ടില്ല, ഞാൻ വിദഗ്ധന്മാർ പറയുന്നത് മാത്രമേ കേൾക്കൂ, ഞാൻ ജോൺ ബ്രിട്ടാസ് പറയുന്നത് മാത്രമേ കേൾക്കൂ, ഞാൻ അഷീൽ പറയുന്നത് മാത്രമേ കേൾക്കൂ, ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് മാത്രമേ കേൾക്കൂ, അല്ലെങ്കിൽ വേറെ മോഹനസുന്ദരം പറയുന്നത് മാത്രമേ കേൾക്കൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ഞാനിത് പറയുന്നു. മുഖ്യമന്ത്രിയോട് മാത്രമല്ല, ഇവിടെ കുറേ ചാനലുകാരുണ്ട്. അവർ തിന്നുന്നത് മനുഷ്യരെയാണ്, ദിവസവും തിന്നുന്നത് മനുഷ്യരെയാണ്. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ തിന്നുന്ന ഒരു പ്രക്രിയയാണ്. ആ മനുഷ്യരെ തിന്നുന്ന പ്രക്രിയയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ രോഗകാരണം എന്താണ്, അത് വൈറസാണോ ബാക്ടീരിയ ആണോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ടെന്നും അത് പരിശോധിക്കണമെന്നും തെറ്റ് തിരുത്തേണ്ടിടത്ത് തിരുത്തണമെന്നും ഇനിയും നമ്മൾ ഈ വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ചരിത്രത്തിൽ ബാക്കി ഉണ്ടാവില്ല എന്നുമുള്ള ബോധം നമുക്കവിടെ കയറുന്നുണ്ട്. കൈയും കാലും കാണിക്കാനും ആളുകളെ ചിരിപ്പിക്കാനും തർക്കിച്ച് ആളുകളെ ശ്വാസം മുട്ടിക്കാനും ഒക്കെ അവസരം കിട്ടണ്ടേ? അങ്ങനെ ഇനി അവസരം കിട്ടിയതൊന്നും ഇരിക്കില്ല. മൂങ്ങകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, മന്ദബുദ്ധികളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, മനുഷ്യരായിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ ചാനലിൽ പങ്കെടുക്കുന്നവർ ഇത്രയും വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടും, അതായത് എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ, അത് ഫ്രാൻസ് ആയാലും അത് ഇറ്റലി ആയാലും അത് ഇംഗ്ലണ്ട് ആയാലും അത് ജർമ്മനി ആയാലും അത് ബൾഗേറിയ ആയാലും ഒറ്റ സ്വരത്തിൽ വെട്ടിത്തുറന്ന് പറയുന്നു, ഇവിടെ ഈ രോഗത്തിന് കാരണം ബാക്ടീരിയയാണ്. ബാക്ടീരിയ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ജേക്കബ് സാർ പറയുന്നു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങളുടെ PCR ഒന്നും ഇല്ലാതെ തന്നെ ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് നമ്മോട് പറയുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞതിന് ഒരു പറഞ്ഞില്ലേ, എന്ത് പുല്ല് വിലയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ആ ഒരു ഡോക്ടർ പറഞ്ഞതിനൊരു പുല്ല് വിലയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു വി ഹാവ് ക്ലിനിക്കൽ മെത്തേഡ്സ്. ഡോക്ടർ ശശിധരൻ പറഞ്ഞു വി ഹാവ് ക്ലിനിക്കൽ മെത്തേഡ്സ്. ഡോക്ടർ ഡോഗ്ര പറഞ്ഞു വി ഹാവ് ക്ലിനിക്കൽ മെത്തേഡ്സ്. പൂക്കാൻ പറഞ്ഞു ഇത് അസംബന്ധമാണ്, ഇതിനെതിരെ CBI ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല, ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഈ ഔദ്യോഗികമായിട്ടുള്ള വാർത്തകൾ മാത്രം പ്രക്ഷേപണം ചെയ്ത് മനുഷ്യനെ കൊല്ലുന്ന തിരക്കിലാണോ? അതുമാത്രമാണോ നിങ്ങളുടെ ദൗത്യം? അതാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു അഴുകിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വായനയിൽ കൂടി കടന്നു പോകുമ്പോൾ മാർക്സിൻ്റെ ലവ് ഇൻ ടൈം ഓഫ് കോളറ എന്ന് പറയുന്നൊരു പുസ്തകത്തെപ്പറ്റി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. വൈ ലവ് ഇൻ ടൈം ഓഫ് കോളറ എന്നുള്ളത്. കോളറ, ലവ് ഇൻ ടൈം ഓഫ് കോളറ, അതായത് സ്നേഹം സാധ്യമാണോ ഈ കോളറയുടെ കാലത്ത് എന്നൊരു ചോദ്യമാണ്. അതിലെ ഒരു മെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിലെ ഫീമെയിൽ ക്യാരക്ടറുമായിട്ട് അഗാധമായ ഭ്രാന്തമായ ഒരു പ്രണയത്തിലകപ്പെട്ട് അവളെ ലഭിച്ചും ലഭിക്കാതെയും അവൾക്ക് വേണ്ടി സമരം ചെയ്തും സമരം ചെയ്യാതെയും ജീവിതം കഴിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ട വൃത്തികെട്ട രക്തപങ്കിലമായ വഴികളിലൂടെ സഞ്ചരിച്ച്, പറഞ്ഞില്ലേ ഈ പീഡോഫീലിയയുടെ ആ ഒരു രംഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു നായകനാണത്. 10ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ഒരു നായകനായി അങ്ങനെ പലതരത്തിലും സ്വന്തം ശരീരത്തിന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതികാര ബുദ്ധിയോടെ ഒന്നുമല്ലാതായി മാറി അയാളൊരു കോളറ തന്നെയായി മാറുകയാണ്. അതാണ് അതിൽ സംഭവിക്കുന്നത്. എന്നിട്ട് അതിൽ അവസാനത്തെ ഒരു രംഗം വരുമ്പോഴത്തേക്ക്, ലവ് ഇൻ ടൈം ഓഫ് കോളറ വരുമ്പോഴത്തേക്ക് അതിൽ
അയാളും അയാളുടെ പൂർവ്വകാമികയും ഒന്നിച്ചു ചേരുന്നു. രണ്ടുപേരും വാർദ്ധക്യത്തിലാണ്. വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അയാൾ ആ വാർദ്ധക്യ പ്രണയത്തിൻ്റെ ആ മൂല്യമെന്ത് എന്നയാൾ പറയുകയാണ്. ഇത്രയും പ്രതികൂലമായ, ഇത്രയും നിഷിദ്ധമായ, ഇത്രയും ക്രൂരമായ ജീവിത പ്രവർത്തനങ്ങൾക്കിടയിലൂടെ കടന്നു വന്ന് ഞാൻ മനുഷ്യൻ തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക തരത്തിൽ തകർന്നു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ ഈ വാർദ്ധക്യകാലത്ത് എൻ്റെ പ്രണയിനിയെ ഞാൻ കണ്ടെത്തുന്നു. അവർ രണ്ടുപേരും കൂടി ഒരു ബോട്ടിൽ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഈ പരിസ്ഥിതിയുടേതായ നാശങ്ങൾ, അഴുകിയ ഇലകളങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തോട് സഞ്ചരിക്കുന്നു. എനിക്ക് ഏറ്റവും വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. അയാൾക്ക് ഈ ഒരു അവസരത്തിൽ പിന്നെയും എങ്ങനെ ഈ പ്രണയം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അയാൾ എത്രയോ മാറിപ്പോയിരിക്കുന്നു, അയാൾ അല്ലാതായി മാറിയിരിക്കുന്നു. പക്ഷേ അതാണ് പറയുന്നത്, ഇപ്പോൾ ഒരു പ്രണയം എന്ന് പറയുന്നത് 18 വയസ്സിലൊരു പ്രണയം ഉണ്ടാകാം, 25 വയസ്സിലൊരു പ്രണയം ഉണ്ടാകാം, 30 വയസ്സിലൊരു പ്രണയം ഉണ്ടാകാം, 40 വയസ്സിലൊരു പ്രണയം ഉണ്ടാകാം. നഷ്ടപ്പെട്ടു പോകാം പ്രണയം. പക്ഷേ ആ പ്രണയം ഒടുവിൽ വാർദ്ധക്യകാലത്ത് വീണ്ടെടുക്കുമ്പോൾ ആ പ്രണയം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മഹത്തരമായ പ്രണയമായി തീരുകയാണ്. വാർദ്ധക്യത്തിൻ്റെ പ്രണയം, വാർദ്ധക്യകാലത്തെ പ്രണയം, അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ വാർദ്ധക്യത്തിലെത്തി ജീവിക്കുന്ന ദമ്പതികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രണയമാണ്. അവരുടെ യൗവനത്തിലോ അവരുടെ കൗമാരത്തിലോ പ്രണയിച്ച് നടന്നതിനേക്കാൾ എത്രയോ തീവ്രമായി അവർ ഈ വാർദ്ധക്യത്തിൽ ഒരു 70-ലോ 75-ലോ എത്തുമ്പോൾ എത്ര തീവ്രമായി അവർ പ്രണയിക്കുന്നു എന്നുള്ളത്. ഇത് ഞാനിവിടെ പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതിനകത്ത് ഈ മാർക്സിസം മുഴുവനും ഈ ജീവിതത്തിൻ്റെ മുഴുവൻ ദുരന്തങ്ങളും തിന്മകളും ഈ മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത അധമത്വത്തിൻ്റെ മുഴുവൻ ആ ദുർനീതികളും എല്ലാം ഇങ്ങനെ ചവിട്ടിക്കുഴച്ച് കടന്നു വരുന്ന ഒരു നായകൻ അവസാനം അയാൾ പ്രണയത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ആ പ്രണയം വാർദ്ധക്യത്തിലെ പ്രണയമാണ്. ആ വാർദ്ധക്യത്തിലെ പ്രണയത്തിന് മറ്റെല്ലാ പ്രണയത്തിനേക്കാളും യുക്തിയുണ്ട്, മറ്റെല്ലാ പ്രണയത്തിനേക്കാളും മൂല്യമുണ്ട്. അത് ഒരു കൗമാര പ്രണയമല്ല, അത് ഒരു ദാമ്പത്യ പ്രണയമല്ല, യൗവനത്തിലെ ദാമ്പത്യ പ്രണയമല്ല, അതെ ഒടുങ്ങാൻ പോകുന്ന രണ്ടുപേരുടെ അവസാന കാലത്തെ പ്രണയമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് ജീവിതം ജീവിതമായി തീരുന്നത്. ആ തരത്തിൽ ജീവിതത്തെ അതിൻ്റെ പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരാർജവം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീനോസൈഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് അടിയൻ ലച്ചിപ്പവും അങ്ങ് പറഞ്ഞത് എൻ്റെ പ്രമാണം, അവിടുന്ന് പറയുന്ന പോലെ അത് തന്നെ എല്ലാം, എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി, കൽപ്പന പോലെ എന്ന് പറയുന്ന ഈ അടിമ ഉടമ ബന്ധത്തിൻ്റെ ആ ചങ്ങലകളെ പൊട്ടിച്ചെറിയാനുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് പ്രണയത്തിൻ്റെ ഉത്ഭവം എന്നുള്ളത് കൊണ്ട് അത് എത്ര അട്ടിമറിക്കപ്പെട്ടാലും എത്ര നിഷേധിക്കപ്പെട്ടാലും ആ പ്രണയം ഏറ്റവും ശക്തമായിരിക്കും. വാർദ്ധക്യകാലത്തെ പ്രണയം തന്നെയാണ് അത്. ലവ് ഇൻ ടൈം ഓഫ് കോളറയാണ്, പക്ഷേ അത് ഏറ്റവും ശക്തമായിരിക്കും എന്നാണ് മാർക്സിസ് നമ്മോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ഒരു വിഷയത്തെപ്പറ്റി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ പരമാവധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റെടുക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ ആരുമില്ല. അതിന് നമ്മൾ ഭയപ്പെടുന്നു
എന്ന് ഉണ്ടെങ്കിൽ, അതിന് ഒരു കുഞ്ഞു നാവ് പോലും തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് കഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനാണിതിൻ്റെ എല്ലാം മേലാവി എന്ന് പറഞ്ഞ് മുകളിൽ കയറിയിരിക്കുന്ന, ഇനിയും ഞാൻ ലോക്ക്ഡൗണുകൾ കൊണ്ടുവരും, ഇനിയും ഞാൻ ടെസ്റ്റുകൾ കൊണ്ടുവരും, ഇനിയും ഞാൻ രോഗവ്യാപനം കൊണ്ടുവരും, ഇനിയും ഞാൻ പുതിയ വേവുകൾ കൊണ്ടുവരും, അങ്ങനെ ആ വേവുകളെല്ലാം അതിജീവിച്ച്, ലോക്ക്ഡൗണുകളെല്ലാം അതിജീവിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കും, അതാകുന്നു ഞാൻ എന്ന് അഹങ്കരിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ അഹങ്കാരത്തിൻ്റെ അവസാനത്തെ മണിമുഴക്കത്തിന് സമയമായി എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.